മലപ്പുറം കോട്ടക്കലിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അധിക്ഷേപിച്ച് പരസ്യം നൽകിയ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ്. ശ്രീകൃഷ്ണന് മുന്നിൽ മന്തിയും കോഴിയിറച്ചിയും വിളമ്പിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലാണ് കേസ്. മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കോട്ടക്കലിലെ അറേബ്യൻ മസ്ജിദ്, റേദാൻ എന്നീ ഹോട്ടലുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് വിവാദ പോസ്റ്റർ പ്രചരിപ്പിച്ചത്. അനഘയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനഘ, വെരി ഗുഡ് ഈവനിംഗ്. എന്തായാലും ഈ ഒരു വലിയ വിഷയത്തിൽ, അതായത് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ കേസ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് പ്രതികൾ? അശ്വതി, ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്ന് സംഭവത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷു മന്തി പരസ്യം ഇവർ തയ്യാറാക്കിയത്. ഈ പരസ്യത്തിൽ പ്രധാനമായും ഈ വിഷുക്കണിക്കൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഈ മന്തി അടക്കമുള്ളവ കഴിക്കുന്ന രീതിയിലായിരുന്നു ഈ പരസ്യം ഉണ്ടായിരുന്നത്. ഈ പരസ്യം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടക്കലിലെ അറേബ്യൻ മജ്ലിസ്, റോദാൻ എന്നീ ഹോട്ടലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു ഈ പരസ്യം വ്യാപകമായ രീതിയിൽ പ്രചരിച്ചത്. അതിനുശേഷമാണ് പ്രദേശത്തെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എഫ്ഐആർ ഇട്ടുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 2 ഹോട്ടൽ ഉടമകൾക്കെതിരെയുമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട ഒരു ഹോട്ടലിനെതിരെ മാത്രമായിരുന്നു ഈ പരാതി കൊടുത്തിരുന്നത്. പക്ഷേ പ്രദേശത്തെ മറ്റു ഹോട്ടലുകളും സമാനമായ രീതിയിൽ ഇത്തരം പരസ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അവർക്കെതിരെയും ഹിന്ദു ഐക്യവേദി ഈ രീതിയിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിക്ക് മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരിക്കുന്ന ഹോട്ടലിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും അനഘ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും മലപ്പുറം കോട്ടക്കലിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അധിക്ഷേപിച്ച് പരസ്യം നൽകിയ സംഭവത്തിൽ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു അനഘ ഹർഷൻ, കോഴിക്കോട് നിന്ന്.